ഹലോ എവരിവൺ. സോ ഈ ഒരു വീഡിയോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ദാറ്റ് ഈസ് എന്താ പറയുക, ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. സോ ഏട്ടനില്ല, നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോവാണ്. സോ നമ്മൾ ഇതാ പോകുന്നത് ദുബായിക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് 9:15 അപ്പം ഓൺ ബോർഡിങ് നമ്മൾ കയറുകയാണ് ഫ്ലൈറ്റിലേക്ക്. ഇനി നമുക്ക് ഫ്ലൈറ്റിന്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. സോ ഫസ്റ്റ് ടൈം അതിനെ കൊണ്ട് മോനും തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ശരിക്കും പൊന്തിയോ, നമ്മൾ പോവുകയാണോ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. ഞാനും തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു ഫ്ലൈറ്റിൽ പോകുന്നത്. സോ അതിൻ്റെതായ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അമ്മയും ഞാനും മോനൊക്കെ ഒരു സൈഡിലായിരുന്നു. അച്ഛൻ കുറച്ച് മുന്നിലായിരുന്നു കേട്ടോ, നമ്മളെ തൊട്ട് മുന്നിലുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇത്തിയാദ് എയർവേസിലാട്ടോ പോകുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 3 to 4 hours ഉള്ളിൽ നമ്മൾ അബുദാബി എത്തും. പിന്നെ അതാ കുട്ടികൾക്കൊക്കെ കളർ ചെയ്യാൻ ഇങ്ങനത്തെ ക്രയോണും ഒരു ചെറിയ ബുക്ക്ലെറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സൂപ്പർ ഹീറോസിൻ്റെ ഒക്കെ. അപ്പം ആൾക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടമായി. സ്റ്റിക്കർ ടൈപ്പൊക്കെയാണ്, ഇത് കൊണ്ടുപോയി ഒട്ടിക്കണം എന്നൊക്കെ ഇങ്ങനെ എന്നോട് ഓരോന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് നല്ല തണുപ്പടിച്ച് തുടങ്ങി. എന്നോട് ക്യാപ്പൊക്കെ ഇട്ടു. പിന്നെ പ്ലെയിൻ്റെ സൗണ്ട് ഇത്തിരി കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അങ്ങനത്തെ ഭയങ്കരമായ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കോഫി ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഡിന്നർ എത്തി. ഡിന്നറിന് ഇതാ പ്ലെയിൻ റൈസും പിന്നെ ചിക്കൻ കറി, ഉപ്പേരി, സാലഡ്, പായസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മോന് ഒക്കെ സെറ്റാക്കി കൊടുത്തു. മാത്രം പോരാ, വാരി കൊടുക്കണം. അങ്ങനെ ഇതാ സ്പൂൺ കൊണ്ട് ഒക്കെ കൊടുത്തു. അമ്മ ഇതാ കഴിക്കണു. അങ്ങനെയൊക്കെ അവന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാനിതാ ഫുഡ് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല നല്ല ഫ്ലേവേർഡ് ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇതാ ഇനി ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഒരാൾ ഉറക്കം വന്ന് സൈഡ് അയക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റു. പക്ഷെ മോൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഇതാ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഫൈനലി വി ഹാവ് ലാൻഡഡ് അബുദാബി. ഇനി നമ്മളിതാ നമ്മളെ ലഗേജൊക്കെ കളക്ട് ചെയ്യണം കേട്ടോ. അപ്പം എയർപോർട്ട് കണ്ടോ, അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. നല്ല എന്താ പറയുക, അടിപൊളി, ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ ഇനി നമുക്കൊരു 1 hour ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് പുറത്തിറങ്ങണം. കാരണം നമുക്ക് ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കണക്റ്റിംഗ് ബസ്സാണ് കേട്ടോ. അതൊരു 1 hour കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തെത്തേണ്ട കേട്ടോ. ഇനി ഇവിടെ നമുക്കൊരു കണക്റ്റിംഗ് ബസ് ഉണ്ട്, ഡയറക്റ്റ് ദുബായി ആണ്. ആക്ച്വലി ഈ ബസ്സൊക്കെ നമ്മൾ പാക്കേജിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ നമ്മൾ ബസ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ബസ് എത്തി. ബസ്സിൽ കയറി. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബസ്സിൽ. ഇനി ഡയറക്റ്റ് ദുബായി ആണ്. ഒരു 2 hours നമ്മൾ ദുബായിൽ എത്തും. അതാ നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ ഇത് അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന. ഇവിടെ എത്തിയ സമയത്തിൻ്റെ ഈശ്വര ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ ആക്ച്വലി മാർച്ച് ലാസ്റ്റിലാണ് ഇവിടെ എത്തിയത്. നല്ല തണുപ്പുള്ള സമയമായിരുന്നു കേട്ടോ. ഇങ്ങനെ കിടുകിടാ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം മോന് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കുട്ടി മാമൻ എത്തി ഗൈസ്. അപ്പം മാമനാണ് ഇതിൻ്റെയൊക്കെ ആള്. അങ്ങനെ അമ്മ വീണ്ടും ഇമോഷണലായി. അങ്ങനെന്താ നമ്മളെ ഷാജിപ്പാപ്പൻ പുറത്തിറങ്ങിയിട്ട് ആ ഉണ്ണിമാനെ പിടിച്ചുണ്ട് കറക്കി. അങ്ങനെതാ നമ്മളെ കണ്ണേട്ടൻ കരഞ്ഞു എല്ലാവരെയും കണ്ടിട്ട്. സോ ഇനി നമ്മളിതാ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഇതാ ടാട്ടനിതാ, ഇതാ വല്യമ്മാമൻ, എന്താ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ 3 കാറിലാട്ടോ തിരിച്ച് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് വല്യമ്മാമൻ്റെ കാറിലായിരുന്നു നമ്മൾ അജ്മാനിക്ക് പോണത്. അപ്പോൾ ഇതാ മാമൻ്റെ വക ഒരു ഷവർമ്മ കിട്ടി. പുലർച്ചയ്ക്ക് ഷവർമ്മ ആദ്യമായിട്ടാട്ടോ പുലർച്ചയ്ക്ക് കഴിക്കുന്നത്. ഒന്നും നോക്കിയില്ല, വിശപ്പുണ്ടായിരുന്നു, കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ എത്തിയിട്ട് കൊടുക്കാം.
അങ്ങനെ ഇതാ നമ്മൾ വില്ലയിലെത്തി. ഇനി നമ്മളെല്ലാവരും ഇവിടെ ഒരു മാസത്തോളം ഉണ്ടാവും കേട്ടോ. അടിച്ചു പൊളിക്കണം, മാക്സിമം എൻജോയ് ചെയ്യണം. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ കൂടിയിട്ട് ഇപ്പോൾ രണ്ടത്താണി വന്നൊരവസ്ഥ തന്നെയാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ, അമ്മൻ്റെ വീട്ടിൽ പോയ പോലെ തന്നെ. അപ്പം ഇനി നമുക്ക് ദുബായ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. സോ ക്യാച്ച് യു ലേറ്റർ.